എക്കണോമിക്സ്, പിന്നെ ഏതെങ്കിലും സബ്ജക്റ്റ് ഉണ്ടോ? മലയാളം. മലയാളം കൂടുതൽ. ഓക്കെ. സോ നമ്മളിന്ന് UGC നെറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇതൊക്കെ അറിയാവുന്ന കുറേ ബേസിക് കാര്യങ്ങളുണ്ടാവും. സാധാ ഓറിയൻറ്റേഷനിലൊക്കെ ഒരുപാട് കേൾക്കുന്ന ഈ പരീക്ഷ ഓൺലൈൻ പരീക്ഷയാണ്, ഇതിന് 2 പേപ്പറുണ്ട്, ഇതിന് ഇത്ര ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതിന് നെഗറ്റീവ് മാർക്കില്ല, ഓക്കെ, ഇതാണ് ഇതിൻ്റെ സിലബസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? അങ്ങനെയുള്ളതൊക്കെ അറിയാം. അല്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ചാൽ പെട്ടെന്ന് അറിയാൻ പറ്റും. ഓക്കെ, ഗൂഗിളിൽ അടിച്ചാൽ പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, മറിച്ച് ഇതിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഓക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഇനീഷ്യലി തന്നെ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, അതിലാദ്യം തന്നെ എൻ്റെ പേര് അനീസ് പോത്തി. എനിക്ക് 8 വ്യത്യസ്ത സബ്ജക്റ്റുകളിൽ നെറ്റുണ്ട്. അതുപോലെ തന്നെ 2 സബ്ജക്റ്റുകളിൽ JRF ഉണ്ട്. കൊമേഴ്സ് JRF ഹോൾഡറാണ്, സൈക്കോളജി JRF ഹോൾഡറുമാണ്. ഓക്കെ, 8 വ്യത്യസ്ത സബ്ജക്റ്റിൽ നെറ്റുള്ള ഒരേ ഒരു മലയാളിയാണ് സോഫ. ഓക്കെ, ഇതുവരെ ഇന്ത്യയിൽ 2-3 ആളുകളേ ഉള്ളൂ. കിട്ടിയ കാലത്ത് നാഷണൽ റെക്കോർഡായിരുന്നു. സോ എന്താണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇപ്പം IFRO എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൻ്റെ ടീച്ചറായിട്ട് ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനിത് പറഞ്ഞത് ഇത്രയധികം എക്സാമിൽ ഞാൻ എങ്ങനെ ക്വാളിഫൈ ചെയ്തു എന്ന് ചോദിച്ചാൽ, ഒരു സബ്ജക്റ്റ് ക്വാളിഫൈ ചെയ്യുന്നതിൻ്റെ 8 ഇരട്ടി നോളജ് ഉണ്ടായിട്ടൊന്നുമല്ല കേട്ടോ. ഭയങ്കര ബുദ്ധിമാനൊന്നുമല്ല, ഓക്കെ, ഭയങ്കര പഠിപ്പിച്ചൊന്നുമില്ല. പക്ഷേ മത്സര പരീക്ഷകൾ എഴുതുന്നതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാം, കുറച്ച് സംഭവങ്ങൾ അറിയാം. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായിട്ടുള്ള ആ കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പം ഡയറക്റ്റായിട്ട് സിലബസോ സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും പറയില്ല. ലോജിക്കൽ റീസണിങ്ങിലെ സവ്യാഭിചാരം എന്താണ്, സാധാരണ എന്താണ്, അസാധാരണ എന്താണെന്നൊന്നും പറയാൻ പോകുന്നില്ല. ഓക്കെ, അതിനെക്കുറിച്ച് കുറേ വേണമെങ്കിൽ യൂട്യൂബിൽ IFRO എഡ്യൂക്കേഷനിൽ കയറിയാൽ തന്നെ പറയുന്നത് കാണാൻ പറ്റും. ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്, പുസ്തകങ്ങളുണ്ട്, അതർ പ്ലാറ്റ്ഫോം. ഇപ്പോൾ ക്ലാസ്സുകളിലേക്കൊന്നും പോകുന്നില്ല, പക്ഷേ ഇത്ര കാലത്തെ എക്സ്പീരിയൻസിൽ മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിൽ ആദ്യത്തെ കാര്യം ഞാൻ പറയാം. എന്തുകൊണ്ടാണ് ആളുകൾ പരീക്ഷ തോൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ പറയുക? ഒരു പരീക്ഷ തോൽക്കാനുള്ള, പ്രത്യേകിച്ച് മത്സര പരീക്ഷ, ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോമ്പറ്റേറ്റീവ് എക്സാമും ക്വാളിഫയിങ് എക്സാമും ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് എന്താ അറിയില്ലേ? എന്താ? നിങ്ങൾ PGക്ക് എഴുതുന്നത് കോമ്പറ്റേറ്റീവ് ആണോ ക്വാളിഫയിങ് ആണോ? ക്വാളിഫയിങ് ആണ്. ക്വാളിഫയിങ് കോമ്പറ്റേറ്റീവിലെ മെയിൻ ഡിഫറൻസ് എന്താ? മെയിൻ ഡിഫറൻസ് എന്താ വെച്ചാൽ, ക്വാളിഫയിങ് എക്സാമിൽ എല്ലാവരും പഠിച്ചാലും എല്ലാവരും ജയിക്കും. 100% വിജയം ക്വാളിഫയിങ് എക്സാമിൽ പോസിബിളാണ്. കമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ, ഇതിൽ ആദ്യം പോലും എത്ര ആൾക്കാരെ വിജയിക്കാൻ തീരുമാനിക്കും. എത്ര പഠിച്ചിട്ടും കാര്യമില്ല, ഏറ്റവും പഠിച്ച അത്ര ആൾക്കാരെ ജയിക്കുള്ളൂ. 1% ആളുകൾക്കാണ് ഇന്ത്യയിൽ JRF കിട്ടുക. ഇപ്പോൾ ഇന്ത്യയിലുള്ള മൊത്തം സൈക്കോളജി കുട്ടികൾ അടിപൊളിയായിട്ട് 24 മണിക്കൂർ പഠിച്ചാലും 1% കുട്ടികൾക്ക് കൊടുക്കുള്ളൂ. ഓക്കെ, ഇതാണ് കമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, കമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തോൽക്കാനുള്ള കാരണം എന്താ? നിങ്ങളൊരു അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ പരീക്ഷ എഴുതിയിട്ട് തോൽക്കാനുള്ള കാരണം എന്താ? നമ്മൾ ജീവിതത്തിലേക്ക് പരീക്ഷയ്ക്ക് ജയിച്ചാലാ? പ്രത്യേകിച്ച് പരീക്ഷ ഒന്നും എഴുതിയിട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ? ക്വാളിഫയിങ് എക്സാം അല്ലാത്ത ഇനി എഴുതാൻ പോവാണല്ലോ. എന്താണ്? എനി ഗസ്, എന്തെങ്കിലും ഗസ്സോ സംഭവങ്ങളോ കാര്യങ്ങളോ? ഒരു കാരണവുമില്ല. ഒരാൾ പരീക്ഷ തോൽക്കാനുള്ള കാരണം എന്താ? പഠിക്കാത്തതുകൊണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും? സ്ട്രെസ്സ്. ഗുഡ്. പിന്നെന്താ? വേറെ എന്തെങ്കിലും കാരണം? ആളുകൾ പരീക്ഷയിൽ തോൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. നമുക്കൊക്കെ അറിയാം, ഇൻകൺസിസ്റ്റൻസി എന്ന് പറയും. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റാതിരിക്കുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ, ഇന്നിപ്പോൾ ഞാൻ നെറ്റ് എക്സാമിനെ കുറിച്ച് കുറച്ചൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചില ആളുകൾക്ക് ചെറുതായിട്ടൊരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നിയിട്ട് അടുത്ത ആഴ്ചയൊക്കെ കുറച്ച് നന്നായിട്ടൊക്കെ പഠിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അത് പിന്നെ ഡൗൺ ആവും. പിന്നെ നെറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വരും. നിങ്ങളെ കൂടെ പഠിച്ച കുട്ടിക്ക് JRF നെറ്റോ കിട്ടിയതൊക്കെ നിങ്ങളെ കോളേജ് ഗ്രൂപ്പിൽ വരും. അപ്പോൾ ഒന്നുകൂടി മോട്ടിവേഷനായിട്ട് കുറച്ച് ദിവസം കൂടി പഠിക്കും. പിന്നെ ഇതിങ്ങനെ ഡൗൺ ആവും. പിന്നെ അപ്പം ഈ പ്രോസസ്സാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പരീക്ഷ തോൽക്കാനുള്ള കാരണം, ലാക്ക് ഓഫ് കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ അവിടെ ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ ഏതൊരു പരീക്ഷ എഴുതുകയാണെങ്കിലും നിങ്ങൾ ആദ്യം ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? കൺസിസ്റ്റൻ്റ് ആവാൻ പഠിക്കണം. എങ്ങനെ കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റുക? എനി സൊല്യൂഷൻ? ഒറ്റ കാര്യം ചോദിക്കാം. കൺസിസ്റ്റൻ്റ് ആവുന്നതിന് മുമ്പ് നമ്മൾ പറയും, കൺസിസ്റ്റൻ്റ് ആവാൻ ഏറ്റവും പ്രധാനപ്പെട്ട സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എന്തിനാണ് ഈ പരീക്ഷ ജയിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു സ്ട്രോങ് റീസൺ വേണം. ഞാൻ സിമ്പിളായിട്ട് ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ നെറ്റ് എക്സാം എഴുതി, നെറ്റ് കിട്ടി,
നിങ്ങൾക്ക് ജോലി കിട്ടുന്ന നിങ്ങൾക്ക് വലിയ ഉറപ്പുണ്ടോ? ഒക്കെ പോട്ടെ, PG പഠിച്ചു കഴിഞ്ഞ് ജോലി കിട്ടുന്ന വലിയ ഉറപ്പുണ്ടോ? ഇനി JRF കിട്ടിയ ജോലി കിട്ടുന്ന വലിയ ഉറപ്പുണ്ടോ? ഇല്ല. ഇതൊരു സത്യം തന്നെയാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് നെറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് ജോലി കിട്ടും എന്ന് പറയാനൊന്നും പോകുന്നില്ല. കിട്ടും എന്ന് ഒരു ഉറപ്പില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ കൺസിസ്റ്റൻ്റ് ആവാത്തത്? ഏറ്റവും മേജർ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് തന്നെ അറിയാം ഇത് പഠിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല, വലിയ ഉറപ്പൊന്നുമില്ല. അപ്പം പിന്നെ പഠിച്ച് ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ഒരുപാട് ഉറക്കം കളഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് ഓക്കെ ജോലി കിട്ടാതിരിക്കുന്നതിന് നല്ലത് പ്രത്യേകിച്ച് എഫേർട്ടൊന്നും എടുക്കാതെ ജോലി കിട്ടാതിരിക്കുകയാണ് അല്ലേ? ഇതാണ് നമ്മൾ ഇന്നത്തെ കാലം നമുക്ക് പഠിക്കാൻ വലിയൊരു മോട്ടിവേഷൻ ഇല്ലാത്തൊരു പ്രധാനപ്പെട്ട കാരണം. ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ എയ്ഫർ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പം എന്നോട് ഒരാൾ വന്ന് ചോദിച്ചു, എയ്ഫറിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ചോദിച്ചു, അനീസ്ക എൻ്റെ പണി പോകാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഈ അങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഒന്നുമില്ല, എന്താ പറയുക, ആയിരക്കണക്കിന് കോടി രൂപ ലാഭമുള്ള ഗൂഗിളും അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കോടി രൂപ ലാഭമുള്ള ഗൂഗിളും മൈക്രോസോഫ്റ്റൊക്കെ ആളുകളെ പിരിച്ചിടുന്നുണ്ട്. എയ്ഫറിന് അങ്ങനെയൊന്നും ലാഭമില്ലാന്ന് ഞങ്ങൾക്ക് ഏതായാലും അറിയാം. അപ്പം ഞങ്ങളെ പിരിച്ചിടുക എന്നുള്ളത് ഞങ്ങൾ ആലോചിക്കുന്നത് ലോജിക്കലി കറക്റ്റ് ആണല്ലോ എന്നുള്ളൊരു ആസ്പെക്റ്റ് ഓക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ നിങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് പണി കിട്ടുമോ എന്നുള്ള കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ എല്ലാ കാലത്തും നമുക്ക് ജീവിതത്തിൽ ടെൻഷൻ അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ? 10 കഴിഞ്ഞാൽ +2 കിട്ടോ, +2 കഴിഞ്ഞാൽ ഡിഗ്രി കിട്ടോ, ഡിഗ്രി കിട്ടിയാൽ PG കിട്ടോ, PG കഴിഞ്ഞാൽ നെറ്റ് കിട്ടോ, നെറ്റ് കിട്ടിയാൽ ജോലി കിട്ടോ, ജോലി കിട്ടിയാൽ എന്താ അറിയോ, ജോലി പോവോ? ഓക്കെ, ജോലി കിട്ടിയാൽ അടുത്ത ടെൻഷൻ ഈ ജോലി ഒന്ന് പോകും, അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ള ശമ്പളം കിട്ടുമോ, അടുത്ത പ്രാവശ്യത്തെ ശമ്പള പ്രൈസിൽ ഞാൻ വേണ്ട ശമ്പളം ഉണ്ടാവും. അങ്ങനെ ഒരിക്കൽ നമ്മളെ കഥ തീരും അല്ലേ? ആ കഥ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേണ്ടിരിക്കുന്ന ഒരു ആസ്പെക്റ്റുകളിൽ ഓക്കെ നമ്മളെ കഥയും തീരും എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ജസ്റ്റ് എ മിനിറ്റ് ജാവി. ഓക്കെ, സോ അപ്പം ഞാൻ പറഞ്ഞൊരു കേസ് എല്ലാ സിറ്റുവേഷനിലും നമുക്ക് അങ്ങനെയുണ്ട്. അപ്പം എന്നോട് എയ്ഫറിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഇങ്ങനെ ചോദിച്ചു. അവിടെ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അതാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. കാരണം എന്തിനാണ് നെറ്റ് പഠിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള റീസൺ ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റില്ല. നമുക്കൊരിക്കലും അത് നെറ്റ് എന്നല്ല ഒരു സബ്ജക്റ്റും നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പഠിക്കണം, സ്കില്ലുണ്ടാക്കണം, നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കണം. എന്നിട്ട് അവസാനം എന്താവണം എന്നറിയോ? ഒരു ഇൻ്റർവ്യൂവിനൊക്കെ നിങ്ങൾക്ക് പോകുമ്പോൾ നിങ്ങൾക്കാണ് പറയാൻ പറ്റണത് എന്തറിയോ, ഇന്നെ വേണമെങ്കിൽ കമ്പനി എടുത്തോളൂ, ഇന്നെടുത്ത കമ്പനിക്ക് നല്ലത്, ഇന്നെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പോയി എന്ന് പറയാനുള്ള കോൺഫിഡൻസ് വേണം. അത് നിങ്ങൾ പച്ചക്ക് പറയണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ മനസ്സിലാ കോൺഫിഡൻസ് വേണം. എന്തുകൊണ്ടാണ് നമുക്ക് ജോലി കിട്ടുമോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവുന്ന അറിയോ? അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താ വെച്ചാൽ, നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, നമുക്ക് നമ്മളെക്കുറിച്ച് നല്ലത് അറിയാം അല്ലേ? നമ്മളെ വിവരത്തെക്കുറിച്ച് നല്ലത് അറിയാം. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, ദൈവമേ എനിക്കൊക്കെ ആരെങ്കിലും പണി തരുമോ, അതിന് മാത്രം വിവരമൊക്കെ എനിക്കുണ്ടോ? നിങ്ങളോട് ചോദിച്ചാൽ മതി, പുറത്തേക്ക് പറയണ്ട. നിങ്ങളങ്ങനെ ആലോചിച്ചു, നിങ്ങളൊരു കമ്പനി തുടങ്ങി, വലിയ കമ്പനി, നിങ്ങളെ കമ്പനീൻ്റെ CEO ആണ്. നിങ്ങളെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് പണിയെടുക്കുമെന്ന് ആലോചിച്ച് നോക്കി. നമുക്കൊക്കെ നമ്മളെ കഴിവിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട്. ഈ ബോധ്യം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് തോന്നുക എനിക്കൊക്കെ ആരെങ്കിലും പണി തന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അതിനത്ര വലിയ വിവരം എനിക്ക് എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ചാൽ മതി. ആർക്കും പറ്റൂല എന്നുള്ളതൊന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു ബേസിക് സാധനം ഇവിടെ വെച്ചാൽ, ജോലി കിട്ടുമോ എന്നുള്ള കൺഫ്യൂഷൻ പലപ്പോഴും വരുന്നത് ആർക്കെങ്കിലും ജോലി തരാനുള്ള വല്ല കപ്പാസിറ്റിയും എനിക്കുണ്ടോ എന്നുള്ള തോട്ടിൽ നിന്നാണ്. ആ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് നമുക്ക് ജോലി കിട്ടില്ല എന്നുള്ളൊരു ആസ്പെക്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങളെ സ്കിൽ അങ്ങ് കൂട്ടണം, നിങ്ങളെ നോളജ് അങ്ങ് കൂട്ടണം, നിങ്ങളെ കപ്പാസിറ്റി അങ്ങ് കൂട്ടണം. എന്നിട്ട് പറയാൻ പറ്റണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇന്നെ വേണമെങ്കിൽ പണി തന്നോളി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിസ്സായി. ഐ ആം ഇറീപ്ലേസബിൾ വിത്ത് മൈ സ്കിൽസ് എന്ന് നമുക്ക് പറയാൻ പറ്റണം. പറയാനും പറ്റണം, അത് കാണിച്ചു കൊടുക്കാനും പറ്റണം. അങ്ങനെ പിന്നെ പഠിപ്പോണ്ടൊക്കെ കാര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പഠിക്കുമ്പോൾ നിങ്ങൾ നെറ്റ് എക്സാമിന് പഠിക്കുകയാണെങ്കിൽ ആദ്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരുപാട് സ്കില്ലുകളുടെ കൂട്ടത്തിലുള്ള ഒന്ന് മാത്രമാണ് നെറ്റ്. ഞാൻ ഇപ്രാവശ്യം ഡിസംബറിലെ, അടുത്ത പ്രാവശ്യം ജൂണിലെ നെറ്റ് എക്സാം എഴുതും, എനിക്ക് ജൂലൈയിൽ നെറ്റ് കിട്ടും, എനിക്ക് ഓഗസ്റ്റിൽ പണി കിട്ടും. ആലോചിക്കരുത്. ആ പണി കിട്ടുമെന്ന് ആലോചിച്ചാൽ മൂഡ് മൊത്തം പോകും. കാരണം പണി കിട്ടൂല. ചിലപ്പം കിട്ടിയേക്കാം, ചിലപ്പോൾ കിട്ടുക. മറിച്ച് ജൂലൈയിൽ ഞാൻ അടുത്ത എക്സാമിന് പഠിക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. എല്ലാ സ്കില്ല് ഉണ്ടാക്കുമല്ലോ എക്സാമിന് പഠിച്ചിട്ടല്ല. നമ്മളെ ലെവലിൽ ഏതെങ്കിലും ഒരു സബ്ജക്ട് നെറ്റോ JRF ഒക്കെ കിട്ടിയാൽ ബേസിക്കലി ആ സ്കില്ല് അവിടെ കഴിഞ്ഞു. പുതിയ സെറ്റ് ഓഫ്, ഞാൻ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർക്ക് ചെയ്യും, ഞാൻ ടീച്ചിങ് സ്കില്ല് ഞാൻ വർക്ക് ചെയ്യും, ഞാൻ ലേറ്റസ്റ്റ് AI റിലേറ്റഡ് എൻ്റെ ഫീൽഡിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതിൽ ഞാൻ വർക്ക് ചെയ്യും. അപ്പോൾ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ വർക്ക് ചെയ്യുക. ആ രീതിയിലൊക്കെ നിങ്ങൾ സ്കില്ല് ഓക്കെ ഡെവലപ്പ് ചെയ്യുക.
ഇത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും പേടിക്കാണ്ടാവില്ല എന്ന് മാത്രമല്ല, ഇന്നത്തെ കാലത്ത് ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കൂടുതലായതുകൊണ്ട് നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റും. ബാർഗെയിൻ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞൊരു സിമ്പിൾ സംഭവം പറയാം. ഇപ്പോൾ നമ്മൾ വളരെ മിനിയേച്ചർ ആയിട്ടുള്ളൊരു ആസ്പെക്റ്റിൽ എയ്ഫറിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യം പറയാം. നിങ്ങൾ ഭാവിയിൽ ചെയ്യുന്ന ജോലിയിൽ നിങ്ങളുടെ സ്വപ്നം എന്താ? നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താ? ജോലി എങ്ങനെയുള്ളതായിരിക്കണം? ജോലിയെക്കുറിച്ച് 2 സ്വപ്നങ്ങളാണ് പ്രധാനമായിട്ടുണ്ടാവുക. അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഇന്ന ജോലി എന്നല്ല. ഒന്ന്, നല്ല ശമ്പളം കിട്ടണം അല്ലേ, വെരി റിയലിസ്റ്റിക്കലി നല്ല ശമ്പളം കിട്ടണം, നമ്മൾ ആവശ്യത്തിന് നല്ല ശമ്പളം കിട്ടണം. 2 ഫ്രീഡം വേണം അല്ലേ, നമ്മളെ പരിപാടികളൊക്കെ നടത്തണം. ഒന്ന് ടൂർ പോകണം തോന്നിയാൽ ടൂർ പോകാൻ പറ്റണം, ബാക്കിയുള്ളൊരു ആസ്പെക്റ്റിലേക്ക് പറ്റണം, ആവശ്യത്തിന് ലീവ് കിട്ടണം. ഈ 2 സംഭവങ്ങളാണ് ഉള്ളത്. അപ്പം ഒരുപാട് വലിയ കമ്പനികളുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങളറിയാം നമ്മുടെ AI-ൻ്റെ വലിയ എക്സ്പേർട്ടിനൊക്കെ എന്താ പറയുക, നമ്മുടെ എലോൺ മസ്കും സുക്കർബർഗൊക്കെ ലേലം വിളിച്ച കഥ ഉണ്ടായിരുന്നു. എക്സാക്ട്ലി ലേലം വിളിക്കുകയല്ല, വലിയ ഓഫറുകൾ ഇങ്ങനെ വെച്ചിട്ട് അവരുടെ ഒരു ആസ്പെക്റ്റിലേക്ക് വരിക എന്ന് പറയും. അപ്പോൾ ഡെഫിനറ്റ്ലി നന്നായി പഠിച്ചാൽ അങ്ങനെയുണ്ട്. രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റ് സിമ്പിൾ കാര്യം പറയാം. ഓക്കെ, എയ്ഫറിവിടെ ചേവായൂർ തന്നെയാണ് എയ്ഫറിൻ്റെ ഓഫീസ് കേട്ടോ. എയ്ഫറിൽ നടപ്പ് വരുത്തിയൊരു കാര്യം വരാം. എയ്ഫറിൽ നമ്മളൊരു പ്രൊവിഷൻ ഉണ്ട്, ഫെസിലിറ്റീസ് ഉണ്ട്, വാക്ക് ഇൻ ഫ്രീഡം മോഡ് എന്ന് പറയും. ഈ വർക്ക് ഇൻ ഫ്രീഡം മോഡിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ അതിൻ്റെ ഡിഫറെൻറ്റ് ലെവലുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ വരാം, ഇഷ്ടമുള്ളപ്പോൾ പോവാം, ഇഷ്ടമുള്ള ദിവസം ലീവ് എടുക്കാം. ഓക്കെ, ആ ഫെസിലിറ്റി എയ്ഫറിൽ കുറച്ച് ആളുകൾക്കേ ഉള്ളൂ. അത് എന്തുകൊണ്ടാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ആ ആളുകൾക്ക് അതിൻ്റെ സ്കില്ലുള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ സ്കില്ലുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് മുമ്പുള്ളത് പോലെയല്ല, ജോലി ഭയങ്കര ഈസിയാണ്. നിങ്ങൾക്ക് നല്ല ശമ്പളമൊക്കെ വാങ്ങിയിട്ട് വല്ല ഇന്ത്യൻ നാഷണൽ ടിവിയിലൊക്കെ പോയിട്ട് ഒരു ലാപ്ടോപ്പായിട്ട് എടുത്തിട്ട് അവിടുന്ന് പണിയെടുക്കാം. പണ്ട് ഇങ്ങനെ ഒന്നുമില്ല, എങ്ങനെയാലും പണിയെടുക്കാൻ അവസാനം ഓഫീസിൽ തന്നെ വരണമായിരുന്നു. ഓക്കെ, ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്കിൽ വി ഹാവ്. അപ്പോൾ ആ ഒരു സ്കില്ലുകൾ ഉണ്ടാക്കുക, നന്നായിട്ട് പഠിക്കുക, എന്തൊക്കെ സ്കില്ലുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും അത്തരത്തിലുള്ള സ്കില്ലുകളൊക്കെ ഉണ്ടാക്കുക. അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന, ഞാൻ ഭാവിയിൽ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ പോകുന്ന ഒരുപാട് സ്കില്ലുകളിൽ, ഒരുപാട് ക്വാളിഫിക്കേഷനിൽ ഒന്ന് മാത്രമാണ് ഞാൻ ഇനി എഴുതാൻ പോകുന്ന നെറ്റ് എക്സാം എന്നുള്ളത് അങ്ങ് തീരുമാനിക്കുക. അങ്ങനെ തീരുമാനിച്ചാൽ അതൊന്നുകൂടി റിയലിസ്റ്റിക് ആയിരിക്കും. ഓക്കെ, അതൊന്നുകൂടി റിയലിസ്റ്റിക് ആയിരിക്കും. ഇനി കമ്മിങ് ടു, ഞാൻ ജനറൽ കുറച്ച് ആസ്പെക്റ്റുകൾ പറഞ്ഞതാണ്. നെറ്റിൻ്റെ ആസ്പെക്റ്റിലേക്ക് തന്നെ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. നമുക്കറിയാം നെറ്റ് എക്സാമിന് ഇപ്പോൾ 3 കാറ്റഗറീസ് ഉണ്ട്. ഒന്ന് PhD അഡ്മിഷൻ. ഇപ്പോൾ ആസ് ഓഫ് നൗ ഇന്ത്യയിൽ PhD അഡ്മിഷൻ നെറ്റ് എക്സാമിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. 100% യൂണിവേഴ്സിറ്റികൾ അങ്ങനെ ആയിട്ടില്ല, പക്ഷേ ക്രമേണ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളും അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. മോസ്റ്റ് പ്രോബ്ലി നിങ്ങളുടെ PhD അഡ്മിഷൻ്റെ ഒക്കെ സമയത്ത് ഡെഫിനറ്റ്ലി നെറ്റ് വഴി ആയിരിക്കും. ഓക്കെ, PhD അഡ്മിഷൻ എന്ന് പറയുന്നത്. അപ്പം PhD അഡ്മിഷൻ ഉണ്ട്, അതിൻ്റെ മുകളിൽ നെറ്റ് ഉണ്ട്. ഓക്കെ, നെറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങൾ 3 ഇയർ ആണോ 4 ഇയർ ആണോ ചെയ്തത്? 3 ഇയർ കഴിഞ്ഞിട്ടില്ല PG. ഓക്കെ, 4 ഇയർ ആവുന്നുള്ളൂ അല്ലേ, കംപ്ലീറ്റ് ആകാൻ പോകുന്നു. ഓക്കെ, അപ്പം നെറ്റ് ഉണ്ട്. നെറ്റ് എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവുന്ന ക്വാളിഫിക്കേഷൻ വിത്ത് PhD. അതിൻ്റെ മുകളിൽ JRF ഉണ്ട്. JRF എന്ന് പറഞ്ഞാൽ 1% ആളുകൾക്ക് മാത്രമാണ് JRF കിട്ടുക. ഓക്കെ, JRFിൻ്റെ ഫെലോഷിപ്പ് എത്ര അറിയോ? നിങ്ങൾക്ക് JRF കിട്ടിയാൽ നിങ്ങൾക്ക് 5 കൊല്ലം കിട്ടുന്ന ഫെലോഷിപ്പ് ആസ് ഓഫ് നൗ എറൗണ്ട് 30 മുതൽ 35 ലക്ഷം വരെയാണ്. 30 മുതൽ 35 ലക്ഷം വരെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. മന്ത്ലി ഒരു 40-45 ലെവലിലാണ്. ഇന്നത്തെ ഇന്ത്യൻ സിറ്റുവേഷനിൽ ഉണ്ടല്ലോ, PG കഴിഞ്ഞ കുട്ടികൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ജോലി JRF ആട്ടോ. PG കഴിഞ്ഞ കുട്ടികൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ജോലി JRF ആണ്. കാരണം ലേറ്റസ്റ്റ് PSC എക്സാമിന് പോലും ലിസ്റ്റിലെ 2ാം റാങ്ക് പോലും അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് നല്ലത് JRF തന്നെയാണ്. ഓക്കെ, JRF നിങ്ങൾക്ക് ഇപ്പോൾ എക്സാം ചെയ്താൽ നിങ്ങൾക്ക് PGക്ക് ക്വാളിഫൈ ചെയ്യുക. JRF കിട്ടിയിട്ട് 3 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് നെക്സ്റ്റ് എക്സാം ചെയ്താൽ 3 കൊല്ലത്തിനുള്ളിൽ ജോയിൻ ചെയ്താൽ മതി. ആ 3 കൊല്ലം കഴിഞ്ഞ് ആ 3 കൊല്ലം തൊട്ട് 5 വർഷത്തിനുള്ളിലാണ് നിങ്ങൾക്ക് അറൗണ്ട് 30-35 ലാക്സ് ഉണ്ടാവുക. അടുത്ത 1-2 വർഷം കൊണ്ട് അത് കൂട്ടും. നിങ്ങൾക്കായിട്ട് കിട്ടുമ്പോൾ മിക്കവാറും 40-45 ലക്ഷം ആയിട്ടുണ്ടാവും കേട്ടോ. ഇത് കിട്ടുന്നത് വിത്തിൻ 5 ഇയേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത് JRF തന്നെയായിരിക്കണം. ഓക്കെ, JRF വിത്ത് PhD ചെയ്ത ഒരാൾക്കും എൻ്റെ അറിവിൽ സോഫാർ ജോലി കിട്ടാതെ നല്ല ഓപ്ഷനും അല്ല. ഓക്കെ, കുറച്ചുകൂടി കഴിഞ്ഞാൽ കുറേ ആകുമ്പോൾ അവിടെയും തിരക്കാവും അല്ലേ, അത് കിട്ടിയ ആൾക്കാർ. പക്ഷെ അതിലെപ്പോഴും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ 1% ആളുകൾക്ക് അവർ കൊടുക്കുള്ളൂ. 1% ആളുകൾക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ സൈക്കോളജിയിൽ ഒരു 15,000 ആളുകൾ ഇന്ത്യയിൽ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ 150 ആളുകൾക്ക് JRF കൊടുക്കുള്ളൂ. ഓക്കെ, 15,000-ൽ 150 ആളുകൾക്ക് JRF കൊടുക്കുള്ളൂ. ആ 150 ആളുകൾ എപ്പോഴും ഇവർ ലിമിറ്റഡ് നമ്പർ ഓഫ് ആളുകൾക്കാണ് JRF കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ JRFന് ആസ് ഓഫ് നൗ ഒരു പവർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യവും നിങ്ങൾ JRF നേടുക എന്നുള്ളതായിരിക്കും. ഓക്കെ, JRF നേടുക. ഞാൻ വരുന്ന എക്സാമിന് ഓക്കെ, ഇപ്പം ഡിസംബറിൽ എക്സാം, ജനുവരി 1 എക്സാം വരുന്നുണ്ട്, ഡിസംബർ 2 മേ ബി നിങ്ങൾ അത്ര പ്രിപ്പയർഡ് ആയിരിക്കണം എന്നില്ല. പ്രിപ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ
JRF നേടുക. അല്ലെങ്കിൽ അടുത്ത എക്സാം ജൂണിലാണ് ഉണ്ടാവുക. ജൂൺ എക്സാമിന് ഞാൻ ഏതായാലും JRF നേടിയിരിക്കും എന്നുള്ള ഒരു ആസ്പെക്റ്റാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഞാൻ റാൻഡം ആയിട്ടുള്ള കുറച്ച് പോയിന്റുകൾ പറയാം. അതിൽ ആദ്യത്തെ ഒരു പോയിന്റ്, ബോർഡിൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല കേട്ടോ, എനിക്ക് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ വെച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. 1% ആളുകൾക്കാണ് JRF കിട്ടുക. അപ്പോൾ ഇതിൽ പലരും പറയുന്ന ആദ്യത്തെ ഒരു ആസ്പെക്റ്റ് നമുക്കെന്താ വെച്ചാൽ, ഈ എക്സാം നല്ല ടഫിൽ അയച്ചാൽ നല്ല ടഫാണ്. നല്ല ടഫ് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഈ എക്സാമിന് പരീക്ഷ ചെയ്ത നിങ്ങളുണ്ടാവും, നിങ്ങളെ ഫ്രണ്ട്സ് ഉണ്ടാവും, നിങ്ങളെ സീനിയേഴ്സ് ഉണ്ടാവും, ഇത് കിട്ടാത്ത ടെമ്പററി ഒക്കെ ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതേപോലെ കേരളത്തിലെ എല്ലാ കോളേജിലും ഉണ്ടാവും, ഇന്ത്യയിലത്തെ എല്ലാ കോളേജിലും ഉണ്ടാവും. JRFന് ഏജ് ലിമിറ്റ് ഉണ്ട്. നോർമലി 30 ആണ്. പക്ഷേ റിസർവ്ഡ് കാറ്റഗറീസിനും എല്ലാ കാറ്റഗറിയിലുള്ള സ്ത്രീകൾക്കും JRFന് കട്ട് ഓഫ് 35ആണ്. 5 റിലാക്സേഷൻ ഉണ്ട്. പക്ഷേ നെറ്റിന് ഏജ് ലിമിറ്റും ഇല്ല. നെറ്റും കൂടി നോക്കുകയാണെങ്കിൽ കാലങ്ങളായിട്ട് നെറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇപ്രാവശ്യം നിങ്ങൾ ചിലപ്പോൾ ഇന്നലെ മാതൃഭൂമിയിലൊക്കെ വാർത്ത കണ്ടിട്ടുണ്ടാവും. ചിലപ്പം അല്ലെങ്കിൽ എയ്ഫറിൽ ഇപ്രാവശ്യം 60 വയസ്സായ ഒരാൾക്ക് നെറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അയാൾ കോളേജ് ടീച്ചറായിട്ട് റിട്ടയർ ആയ ആളാണ്. ഇപ്പോഴും നെറ്റ് ചെയ്തായിരുന്നു. ഇപ്പോൾ PhDക്ക് ജോയിൻ ചെയ്യാൻ പോകും. 60 വയസ്സ് കഴിഞ്ഞ് എയ്ഫറിൽ ഉണ്ടായിരുന്ന സ്റ്റുഡൻ്റ് ആയിരുന്നു. സോ ഇത് ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, നെറ്റിന് ഏജ് ലിമിറ്റ് പോലുമില്ല. ഏജ് ലിമിറ്റ് പോലും ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ കോമ്പറ്റീഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പോൾ ഈ പരീക്ഷ നല്ല ടഫാണ്. അതുകൊണ്ട് ഈ പരീക്ഷ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ്, ദ ടഫർ ദ എക്സാം ദ ബെറ്റർ ദ ബെനിഫിറ്റ് വിൽ ബി. SLC പാസ്സാൻ വലിയ പണിയൊന്നുമില്ല. അതിൻ്റെ ഔട്ട്കം എന്താ അറിയോ? SLC പാസ്സായിട്ടും വലിയ കാര്യമില്ല. വലിയ കാര്യമല്ല. ഒരു ജോലി എന്നുള്ളൊരു ആസ്പെക്റ്റിലാണ് പറഞ്ഞത്. ഒരു മിനിമം നിർബന്ധമായിട്ടുള്ളൊരു സാധനമാണ് SLC എന്ന് പറയുന്നത്. അതേപോലെ +2 വലിയ കാര്യമില്ല. അത് കഴിഞ്ഞിട്ടും എംപ്ലോയ്മെൻറ്റ് ആസ്പെക്റ്റിലാണ് കേട്ടോ കാര്യമില്ല എന്നുള്ള ടേം ഞാൻ യൂസ് ചെയ്യുന്നത്. JRF കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് കിട്ടിയാൽ നല്ല പവറാണ്. 5 കൊല്ലം കൊണ്ട് 40-45 ലക്ഷം രൂപ കിട്ടുന്നു. ഒരു മാസം അറൗണ്ട് 50,000. നിങ്ങൾ PG കഴിഞ്ഞാൽ അടുത്ത മാസം തൊട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളതിൽ ജോയിൻ ചെയ്തിട്ടാണെങ്കിൽ PG കഴിഞ്ഞാൽ അടുത്ത മാസം തൊട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് മാസം തൊട്ട് നിങ്ങൾക്ക് 40,000, 45,000 അല്ലെങ്കിൽ 38,000. ഈ ചെറിയ വ്യത്യാസം വരുന്നത് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്യുന്ന അവിടുത്തെ HRA ടൗൺ ഗ്രേഡിനനുസരിച്ച് ഒരു വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ എക്സാക്റ്റ് ഒരു കറക്റ്റ് എമൗണ്ട് എന്നുള്ളത് പറയാത്തൊരു സാധനം. 37 സ്റ്റാർട്ടിംഗ് ആണ്. പിന്നെ 40+ ആണ് എൻ്റെ HRA ബാക്കിയൊക്കെ വരുന്ന സമയത്ത്. അപ്പം JRF കിട്ടിയാൽ 1% ആണ്. ദ പവർ വിൽ ബി മോർ. ദ ബെനിഫിറ്റ് വിൽ ബി മോർ. യുവർ ലൈഫ് വിൽ ബി ഓൾമോസ്റ്റ് സെറ്റിൽഡ്. JRF ആണ് കിട്ടിയതെങ്കിൽ. നെറ്റ് കിട്ടിയതെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. ബട്ട് യു മേ ഹാവ് ടു ട്രൈ ഫോർ ഫർദർ JRF. നിങ്ങൾ വേറെ PhD ചെയ്യാം. എന്നാലും ദർ ഈസ് ഓക്കെ. പക്ഷേ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ 6% ആളുകൾക്കാണ് നെറ്റ് കിട്ടുന്നത്, 1% ആളുകൾക്കാണ് JRF കിട്ടുന്നത്. വളരെ സിമ്പിളായിട്ട് ചോദിക്കുകയാണ്, JRF കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, 1% ആളുകൾക്ക് കിട്ടുന്ന ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും നന്നായി പഠിക്കുന്ന 1% ഒരാളാവാം. ഏറ്റവും കൂടുതൽ സമയം പഠിക്കുന്ന 1% ഒരാളാവാം. ഏറ്റവും കൂടുതൽ PYക്ക് നോക്കുന്ന 1% ഒരാളാവുക. ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്ന 1% ഒരാളാവുക. ഏറ്റവും കൂടുതൽ റിവൈസ് ചെയ്യുന്ന 1% ഒരാളാവുക. വേറെ ഒരു ഷോർട്ട് കട്ടും ഇല്ല കേട്ടോ. ഇതിന് ജയിക്കാൻ ഒരു ഷോർട്ട് കട്ടും ഇല്ല. കൂടുതൽ ആരാണോ പഠിച്ചത് അവർ കൂടുതൽ ജയിക്കും. ആരാണ് കൂടുതൽ പണിയെടുത്തിട്ടുള്ളത് അവർ ജയിക്കും. ഈ കൂടുതൽ എന്നുള്ളതുകൊണ്ട് സമയം എന്നുള്ളത് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് സ്ട്രാറ്റജിക്ക് ചെയ്യുക, അത് പ്ലാൻ ചെയ്യുക, റിവൈസ് ചെയ്യുക, ആവശ്യമുള്ളതാവുക എന്നുള്ളതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നന്നായി പഠിക്കുന്ന 1% ഒരാൾ നിങ്ങളാണ് എന്ന് നിങ്ങൾ ഓർക്കും. നിങ്ങളൊന്ന് ആലോചിച്ചോ. നിങ്ങളിപ്പോൾ ഇംഗ്ലീഷാണ്, മലയാളമാണ്, അല്ലെങ്കിൽ കൊമേഴ്സാണ്. ഇന്ത്യയിലെ മൊത്തം കൊമേഴ്സ് സ്റ്റുഡൻസിനെ നോക്കുക. ഇന്ത്യയിലെ മൊത്തം കൊമേഴ്സ് സ്റ്റുഡൻസ് നേരത്തെ പറഞ്ഞ പോലെ സീനിയേഴ്സ്, ജൂനിയേഴ്സ്, ബാക്കിയുള്ള ആളുകൾ, ടീച്ചേഴ്സ് കിട്ടാത്തവർ, 30 വയസ്സുള്ളവർ, 35 വയസ്സുള്ളവർ, 40 വയസ്സുള്ളവർ, അതിൽ ടോപ്പ് 1% നിങ്ങൾ വരുമെന്ന് ആലോചിച്ചാൽ മതി. ഉത്തരം വരേണ്ട ആവശ്യമില്ല, വരുമെന്ന് ആലോചിക്കുക. ഇപ്പോൾ നോർമലി നമുക്ക് വരുന്ന ഉത്തരം വരില്ല എന്നായിരിക്കും. മേ ബി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ട് പഠിച്ച് വരിക എന്നുള്ളതാണ് കേട്ടോ. നന്നായിട്ട് പഠിക്കുക, അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യുക, അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പഠിക്കുക. സോ ദ ഫസ്റ്റ് തിങ് ഈസ് ബി ദ ടോപ്പ് 1%. ബി ദ ടോപ്പ് 1%. അതൊരു എഫേർട്ട്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളെല്ലാവരും വാട്ട് വി കൻ സേ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൺസിസ്റ്റൻ്റ് ആവാൻ ശ്രമിക്കുക. പക്ഷെ കൺസിസ്റ്റൻ്റ് ആവാൻ ശ്രമിക്കുമ്പോൾ ആദ്യം ഉണ്ടാവേണ്ട ഒരു ക്ലാരിറ്റി എന്താ അറിയോ? ഒരാൾക്കും 100% കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റില്ല. അതായത് എന്തുകൊണ്ടാണ് നമുക്ക് കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റാത്തത് വെച്ചാൽ, നമ്മളൊക്കെ കാണുന്നൊരു സ്വപ്നം ഇനിയുള്ള എല്ലാ ദിവസവും 6 മാസം 3 മാസം തുടർച്ചയായിട്ട് എല്ലാ ദിവസവും 2 മണിക്കൂർ പഠിക്കുന്നൊരു സ്വപ്നമായിരിക്കും. അതൊരു മനുഷ്യനെ കൊണ്ടും പറ്റില്ല. അപ്പോൾ കൺസിസ്റ്റൻസി തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ദർ ഈസ് നോ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി.
ഓക്കെ, പെർഫെക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു സംഭവമല്ല. എല്ലാ ദിവസവും ഒരുപോലെ ഒരു മനുഷ്യന് പഠിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ പിന്നെ എന്താ അവിടെ ഇമ്പോർട്ടൻ്റ്? അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, എന്നാലും കൺസിസ്റ്റൻ്റ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളെ ഡയറിയിലോ, ഞാൻ നോർമലി പറയുകയാണെങ്കിൽ ഗൂഗിൾ കീപ്പിലോ ആപ്പ് സ്റ്റോർ നോട്ടിലോ എന്തിനാണ് നിങ്ങൾ നെറ്റ് എക്സാം എഴുതുന്നത് എന്നുള്ളതിൻ്റെ റീസൺ എഴുതി വെക്കുക. ഓക്കെ, പേഴ്സണൽ റീസൺ ആയിക്കോട്ടെ കേട്ടോ, അത് പബ്ലിക് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. റീസണുകൾ ഇങ്ങനെ എഴുതി വെക്കുക. അതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ, മനുഷ്യന്മാരെ പ്രത്യേകം എന്താ വെച്ചാൽ റീസണുകൾ ഇമോഷണൽ ആവണം. ലോജിക്കലി റീസൺ വെച്ചിട്ട് മനുഷ്യന്മാർക്ക് അധികം പ്രവർത്തിക്കാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ, നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് പഠിച്ചിട്ട് നല്ല JRF നെറ്റൊക്കെ കിട്ടണം, നല്ല കോളേജിൽ നിങ്ങൾക്ക് ജോലിയൊക്കെ കിട്ടണം, നന്നായിട്ട് പൈസ ഉണ്ടാക്കണം, സന്തോഷിക്കണം, ഫാമിലിനെയൊക്കെ സന്തോഷിക്കണം. ഇതൊക്കെ എല്ലാവർക്കും അറിയില്ലേ? എല്ലാവർക്കും അറിയാം. ഇതൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് ശരിക്കും പഠിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇതൊക്കെ നമുക്ക് അറിയണ കാരണം ഇതിൽ മെജോറിറ്റിയും ലോജിക്കൽ റീസണാണ്. മനുഷ്യൻ ലോജിക്കൽ റീസൺ വെച്ചിട്ട് അധികം വർക്ക് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ റീസൺ എഴുതി വെക്കും. ഞാൻ എപ്പോഴും എയ്ഫ്രൈറ്റ്സിനോടൊക്കെ പറയുന്നൊരു കേസാണ്, നിങ്ങൾ റീസൺ എഴുതി വെക്കുമ്പോൾ ആദ്യം എഴുതി വെക്കേണ്ടത് എന്തിന് നിങ്ങൾക്ക് നെറ്റ് കിട്ടണം എന്നാണ്. മാത്രമല്ല ആ റീസണുകൾ ഇമോഷണൽ ആവണം. ഓക്കെ, ആ റീസണുകൾ ഇമോഷണൽ ആവണം. ഇമോഷണൽ ആവണം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, എനിക്ക് നെറ്റ് എക്സാം കിട്ടണം, എനിക്ക് നല്ല ജോലി കിട്ടണം, നല്ല പൈസ കിട്ടണം, നല്ല പൈസ കിട്ടിയിട്ട് എൻ്റെ ഫാമിലിയെ സന്തോഷിപ്പിക്കണം, വളരെ സിമ്പിളായിട്ട് എനിക്ക് എന്താ പറയുക, ബില്ലിനെ പേടിക്കാതെ ഫുഡ് കഴിക്കാൻ പറ്റണം, ഇനി അതുമല്ലെങ്കിൽ എനിക്ക് ലോകത്ത് ടൂർ പോകണം, ഇനി അതുമല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക നമ്മുടെ ദുബായിൽ പോയിട്ടൊന്ന് സ്കൈ ഡൈവിങ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ബൊളീവിയൻ സാൻഫിൽസ് പോയിട്ടൊന്ന് ഡ്രൈവ് ചെയ്യണം. ഓക്കെ, എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ 10 ലക്ഷം കൊണ്ടൊന്ന് ലോകം കറങ്ങാൻ പോകണം. എങ്ങനെയൊക്കെ ഇമോഷണൽ റീസൺസ് എഴുതി വെക്കാൻ പറ്റുമോ അത്രത്തോളം ദാറ്റ് വിൽ മേക്ക് നമ്മളെ കൺസിസ്റ്റൻസി. ഇപ്പോൾ ഞാനൊക്കെ എഴുതി വെച്ചിരുന്നൊരു പ്രധാനപ്പെട്ട റീസണുകളിലൊന്നും എൻ്റെ എന്താ വെച്ചാൽ, എനിക്ക് ദുബായിലെ പാം ജുബൈറയിൽ പോയിട്ട് സ്കൈ ഡൈവ് ചെയ്യണം എന്നുള്ളതായിരുന്നു. ഞാൻ പോയി ചെയ്തു കിട്ടിയതിൻ്റെ ശേഷം. ഓക്കെ, ദാറ്റ് ഡെഫിനറ്റ്ലി മോട്ടിവേറ്റഡ് മീ. അത് എല്ലാവർക്കും അതാവണം എന്നില്ല കേട്ടോ, ഞാൻ പറയുന്നത്, ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ അത് ചിലപ്പം നമ്മളെ ചില പ്രിയപ്പെട്ടവരെ സന്തോഷിപ്പിക്കുന്നതായിരിക്കാം. ഇപ്പോൾ എന്നോട് പലരും ചോദിക്കും 8 എക്സാം എങ്ങനെയാണ് വീണ്ടും എഴുതാനുള്ളൊരു മോട്ടിവേഷൻ വരുന്നത് വെച്ചാൽ, ഞാൻ അവരോട് പറയുന്നൊരു കേസുണ്ട്. ആദ്യത്തെ നെറ്റ് എക്സാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് എൻ്റെ ഉപ്പ തന്ന ഒരു ഹഗ് ഉണ്ട്. എൻ്റെ ഓർമ്മ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഉപ്പ ഹഗ് ഇരുന്നത്. കുറേ കാലമായിട്ട് ഗൾഫിലായിരുന്നു. ആ ഒറ്റ ഹഗ്ഗിൻ്റെ ചൂട് മതി ഞാനൊരു 10 എക്സാം കൂടി ഇനിയായിരുന്നു. ഉപ്പ പിന്നെ കോവിഡിൻ്റെ കാലത്തൊക്കെ മരിച്ചുപോയി. ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഇമോഷണൽ റീസൺ നമ്മളെ ചില ഇമോഷണൽ കണക്ഷൻസ് ആയിരിക്കും, നമ്മളെ പാരൻസ് ആയിരിക്കും, നമ്മളെ പ്രിയപ്പെട്ടവരായിരിക്കും, നമ്മളെ ചില ടീച്ചേഴ്സ് ആയിരിക്കും. ആ റീസണുകൾ നിങ്ങൾ എഴുതി വെക്കണം. എത്രത്തോളം ഇമോഷണൽ ആണോ അത്രത്തോളം ഇമോഷൻ നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ, അത് പബ്ലിക് ആക്കണമെന്നൊരു നിർബന്ധമില്ല. ഇതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാരണം. ഓക്കെ, ഫസ്റ്റ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റീസണുകൾ അതായത് കൺസിസ്റ്റൻസി ആയിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, 1 ദർ ഇസ് നോ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി, 2 ട്രൈ ടു ഹാവ് ഇമോഷണൽ റീസൺ, 3 നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പറ്റാവുന്നത്ര മനുഷ്യന്മാർ എന്ന് പറയുന്നതിൽ ഇപ്പം എയ്ഫറിലൊക്കെ കൺസിസ്റ്റൻസിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവം നല്ല ഒരു ടീമിൻ്റെ, നമ്മളിപ്പോൾ കൊഹേർഡ് എന്നൊക്കെ പറയുക, ഒരു ടീമിൻ്റെ ഭാഗമാവുക എന്നുള്ളതാണ്. ടീമിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വലിയ 100 ആൾക്കാരോ 1000 ആൾക്കാരോ വലിയ കമ്പനീൻ്റെ ഭാഗമാവുക എന്നുള്ളതൊന്നുമല്ല കേട്ടോ പറയാൻ പോകുന്നത്. ഒരു 3-4 സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ ഭാഗമാവുക. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ എപ്പോഴും പറയാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ, ഈ സ്ഥിരമായിട്ട് പഠിക്കാനുള്ള മോട്ടിവേഷൻ ഇല്ല സാറേ പറയും. അതെന്തുകൊണ്ടല്ലാത്ത വെച്ചാൽ, ഈ സ്ഥിരമായിട്ടുണ്ടാവുന്ന സാധനത്തിനല്ല മോട്ടിവേഷൻ വിളിക്കുന്നത്. മോട്ടിവേഷൻ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവുള്ളൂ. മറിച്ച് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമുക്കറിയാം, നമുക്ക് അത്ര ഇഷ്ടമില്ലാത്ത വാക്കാണ്, പക്ഷേ അതാണ് റിയാലിറ്റി. ഡിസിപ്ലിൻ എന്ന് പറയും. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഈ നാളെ രാവിലെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ എണീക്കണം, നിങ്ങൾക്ക് നാളെ രാവിലെ നിങ്ങൾക്ക് എണീക്കാൻ തോന്നുന്നില്ല, എന്നിട്ടും നിങ്ങൾ എണീറ്റ് പഠിക്കുന്നതിനെയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഇന്നലെ രാത്രി ഒരു സീരീസൊക്കെ കണ്ട്, ഒരു സിനിമ ഒക്കെ കണ്ടിട്ട് കുറേ ലേറ്റായിട്ടാണ് ഉറങ്ങിയിട്ടുള്ളത്. അപ്പോൾ രാവിലെ എണീക്കാനുള്ള ഒരു മൂഡില്ല, എന്നിട്ടും എണീറ്റ് പഠിക്കുന്നതിനെയാണ് നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഈ ഒരു ആസ്പെക്റ്റിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് കൺസിസ്റ്റൻസിയുടെ ഇമ്പോർട്ടൻറ്റ്. പക്ഷേ അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, നല്ലൊരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ ഉണ്ടെങ്കിൽ, നല്ലൊരു സെറ്റ് ഓഫ് ചെറിയ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, നമുക്ക് നല്ല ബോറുള്ളൊരു സമയത്തായിരിക്കും ഒരു വെറുതെ ടോപ്പിക് കയറ്റി നമുക്ക് പഠിക്കുക. ഓക്കെ, ഇങ്ങനെ ആവാം, നമുക്ക് 2 ആൾ കൂടി ഒരുമിച്ച് പോവാം. ചില സ്ഥലത്തൊക്കെ ലോകത്ത് ട്രിപ്പ് പോകുമ്പോൾ 2 ആളാകുമ്പോൾ ഓക്കെ ഹോട്ടൽ റൂം ഇതിനൊക്കെ നമ്മൾ ലാഭം ഉണ്ടാവും, മറ്റൊരാൾ തന്നെ നല്ല റൂമൊക്കെ എടുക്കണ്ടേ, ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചില സമയത്ത് X Yനെ ആയിരിക്കും മോട്ടിവേറ്റ് ചെയ്യുക, കൺസിസ്റ്റൻസിക്ക് ഹെൽപ്പ് ചെയ്യുക. ചില സമയത്ത് Y Xനെ ആയിരിക്കും കൺസിസ്റ്റൻസിക്ക് ഹെൽപ്പ് ചെയ്യുക. ദേ മേ ബി Z ഓർ ദേ മേ ബി നെക്സ്റ്റ് ലെറ്റർ ഓൾസോ. ഇതാണ് രണ്ടാമത് മനസ്സിലാക്കേണ്ടത്. മൂന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ബേസിക്കലി ഞാൻ സിവിൽ സർവീസിനൊക്കെ പ്രിപ്പയർ ചെയ്തിരുന്നു, ഒരു ഗവൺമെൻറ് ജോലിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ ഈ സീരിയസ് ആയി പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വിജയിക്കുന്ന ആളുകളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം എന്താ? നിങ്ങളുടെ മുന്നിൽ ഒരാൾ
വരുന്നു, ഒരു വലിയ പരീക്ഷ ജയിച്ച, നെറ്റൊന്നും പോട്ടെ, JRF ഒന്നുമല്ല, വേറെ എന്തെങ്കിലും വലിയ പരീക്ഷ ജയിച്ച ആൾ, അയാളോട് നിങ്ങൾ ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്താ? ക്ലീശ ചോദ്യമാണ് കേട്ടോ, ഞാനൊക്കെ കുറേ ചോദിച്ച ചോദ്യമാണ്. എന്തായിരിക്കും? എന്താണ് എനിക്ക് ക്വസ്റ്റ്യൻ? നിങ്ങൾ IAS കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്, IAS കിട്ടിയ ഒരാൾ വന്നു, അയാളോട് ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആദ്യത്തെ ഏറ്റവും അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഏറ്റവും ക്ലീശ ആയിട്ടുള്ള ചോദ്യം എന്താ? ഞാനൊക്കെയാണ് എനിക്ക് ആദ്യം ചോദിക്കുമ്പോൾ പറയേണ്ട ഒരു സാധനം എന്താ വെച്ചാൽ, സാറ് എത്ര മണിക്കൂർ പഠിക്കാറുണ്ടായിരുന്നു, സാർ എത്ര മണിക്കൂർ ഉറങ്ങാറുണ്ടായിരുന്നു? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ. ഓക്കെ, എത്ര മണിക്കൂർ പഠിക്കാറുണ്ടായിരുന്നു, എത്ര മണിക്കൂർ ഉറങ്ങാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്കെപ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ അറിയാൻ ആഗ്രഹം ഉണ്ടാവും, ഇയാൾ ശരിക്കും എത്ര മണിക്കൂർ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇയാൾ ശരി. അതിൻ്റെ ഒരു ഫൈനൽ തീരുമാനം, ഒരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഒരു സിമ്പിൾ ലോജിക്ക് ഉണ്ട്. 1 മണിക്കൂർ പഠിക്കുന്നതാണോ 2 മണിക്കൂർ പഠിക്കുന്നതാണോ നല്ലത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? 1 മണിക്കൂർ പഠിക്കുന്നതാണോ 2 മണിക്കൂർ പഠിക്കുന്നതാണോ നല്ലത്? മനസ്സിലാക്കിയിട്ട് 1 മണിക്കൂർ. ബാക്കിയുള്ളവർക്ക് വേറെ എന്തെങ്കിലും ഉത്തരം? ഇതിൽ 1 മണിക്കൂർ പഠിക്കുന്നതാണോ 2 മണിക്കൂർ പഠിക്കുന്നതാണോ നല്ലതെന്ന് ചോദിച്ചാൽ ആൻസർ സിമ്പിളാണ്, 2 മണിക്കൂർ പഠിക്കുന്നതാണ് നല്ലത്. 1 മണിക്കൂർ ശരിക്കും മനസ്സിലാക്കി പഠിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ നമുക്ക് തോന്നും, അല്ലെങ്കിൽ 1 മണിക്കൂർ നന്നായിട്ട് പഠിക്കുന്നതാണ് നല്ലതെന്ന് നമുക്ക് തോന്നും. ഇത് നമുക്ക് എന്തുകൊണ്ടാണ് തോന്നുന്നത് വെച്ചാൽ, നമുക്ക് ഈ നന്നായിട്ട് എല്ലാവരും പഠിക്കാൻ അറിയണോണ്ടാണ്. സാധാരണ അങ്ങനെ ഒരു പഠിപ്പൊന്നുമില്ല കേട്ടോ, ഒറ്റ പഠിപ്പേ ഉള്ളൂ നന്നായിട്ട് പഠിക്കുക. നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നന്നായിട്ടും പഠിക്കാൻ പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് എല്ലാവരും പഠിക്കാൻ പഠിക്കുന്നതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ശരിക്കും ചെയ്ത 1 മണിക്കൂറാണ് നല്ലത് എന്ന് എനിക്ക് വരുന്നൊരു ആൻസറാണത്. പക്ഷെ അങ്ങനെ ഓപ്ഷൻ ഇല്ല, അപ്പോൾ 2 മണിക്കൂറാണ് നല്ലത്. പക്ഷേ ദ തിങ് ഈസ് ദാറ്റ് 2 മണിക്കൂറിനേക്കാളേറെ നല്ലത് ഏതാ? ഇനി 1 മണിക്കൂറാന്ന് പറയരുത് കേട്ടോ, 2 മണിക്കൂർ ഞാൻ തീരുമാനമാക്കിയാണ്. 2 മണിക്കൂറിനേക്കാളും നല്ലത് എന്താ അറിയോ? 3 മണിക്കൂറാണ്. അതിനേക്കാളേറെ നല്ലത് 5 മണിക്കൂറാണ്, അതിനേക്കാളേറെ നല്ലത് 10 മണിക്കൂറാണ്, ഏറ്റവും നല്ലത് 24 മണിക്കൂറാണ്. അപ്പോൾ ഒരു പരീക്ഷയ്ക്ക് പഠിക്കാൻ ഏറ്റവും നല്ലത് 24 മണിക്കൂർ പഠിക്കുക എന്നുള്ളതാണ്. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് അത് നടക്കുമോ? നടക്കൂല, അത് റിയലിസ്റ്റിക് അല്ല. അപ്പോൾ പിന്നെ എന്താ ഉത്തരം? ഒരാളെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം, ദർ ഈസ് നോ 2 hours, ദർ ഈസ് നോ 3 hours, എത്രത്തോളം കൂടുതൽ പഠിക്കാൻ പറ്റുമോ അത്രത്തോളം കൂടുതൽ പഠിക്കാൻ പറ്റണം. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കേസ്, നിങ്ങളെ കൊണ്ട് പറ്റാവുന്നതിൻ്റെ മാക്സിമം. അപ്പോൾ ചില ആളുകൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, നിങ്ങളെ കൊണ്ട് പറ്റാവുന്നതിൻ്റെ മാക്സിമം പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ചില ഇൻ്റർവ്യൂ ഒക്കെ കാണും. പൈഫറിൻ്റെ ചാനലും കുറേ ഇൻ്റർവ്യൂ ഉണ്ട്. ഈ ചാനലിൽ കാണുമ്പോൾ ജയിച്ച് കഴിഞ്ഞിട്ട് ചിലരോട് ചോദിക്കും, ഓക്കെ വിജയിച്ചവർ പറയുന്നൊക്കെ കേൾക്കരുത് കേട്ടോ. ഒരു മത്സര പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും സന്തോഷമുള്ള സ്റ്റേജ് ഏതാ അറിയോ? ഏറ്റവും എൻജോയ് ചെയ്യാവുന്ന സ്റ്റേജ് എന്താ അറിയോ? ഏറ്റവും എൻജോയ് ചെയ്യാവുന്ന സ്റ്റേജ് എന്താ വെച്ചാൽ, ഒരു മത്സര പരീക്ഷകൾ എഴുതി, ഒരു 8 സബ്ജക്റ്റ് നെറ്റൊക്കെ കിട്ടി, അല്ലെങ്കിൽ 2 സബ്ജക്റ്റ് JRF ഒക്കെ കിട്ടി, എന്നിട്ട് കിട്ടാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക നിങ്ങൾ എങ്ങനെ പഠിക്കേണ്ടി വരും. ഇത് നല്ല സുഖമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. നമുക്കൊക്കെ സുഖം കിട്ടും, എനിക്കും സുഖം കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതിങ്ങനെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഒരു പവറിന് ചില ആളുകൾ വല്ലാതൊക്കെ പറയും, ഞാൻ 22 മണിക്കൂറൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, ഞാൻ സ്ഥിരമായിട്ട് 20 മണിക്കൂറൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അതിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ, ജയിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും പറയാം. എനിക്ക് വേണമെങ്കിൽ നിങ്ങളോട് പറയാം, ഞാൻ കഴിഞ്ഞ 6 മാസം തുടർച്ചയായിട്ട് 22 മണിക്കൂർ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരിക്കും നിങ്ങൾ അപ്രോച്ച്? സാറ് നല്ല തള്ളാണ്, പക്ഷേ സാർക്ക് കിട്ടിയിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടില്ല, ഒരു നിവൃത്തിയില്ല കേൾക്കന്നെ, അല്ലേ? അപ്പോൾ ജയിച്ചവർ പറഞ്ഞൊക്കെ നിങ്ങൾ കേൾക്കണമെന്നില്ല കേട്ടോ. ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളെക്കൊണ്ട് മാക്സിമം എത്ര പഠിക്കാൻ പറ്റുമോ അത്ര പഠിക്കാം. ഓക്കെ, ഒന്നുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ഇഫ്രേറ്റ്സിനോടൊക്കെ എപ്പോഴും പറയുന്നതാണ്, സ്ഥലകാല സമയബോധമില്ലാതെ പഠിക്കാൻ പറ്റണം. ഈ എത്ര മണിക്കൂറാണ് പഠിക്കണം എന്നൊക്കെ ആളുകൾ എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് അറിയോ? എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് വെച്ചാൽ, 2 മണിക്കൂർ പഠിക്കണം എന്ന് ആദ്യം ഒരാൾ പറഞ്ഞാൽ, ഞാൻ വൈകുന്നേരം 7 മണിക്ക് തുടങ്ങി എനിക്ക് 9 മണിക്ക് ഉറങ്ങാലോ. ഈ 2 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഈ 2 മണിക്കൂർ തുടങ്ങുന്നതിനേക്കാളേറെ നമ്മളെ മനസ്സിലേക്ക് വരെ ഇതെപ്പോഴാണ് തീരുക എന്നുള്ളതാണ്, അല്ലേ? ഇനി ഉറങ്ങുന്നത് ചോദിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കിട്ടാനാണ് ഇഷ്ടം. 8 മണിക്കൂർ, അങ്ങനെയാണെങ്കിൽ 10 മണിക്ക് തന്നെ ഉറങ്ങണം, എന്നാലും രാവിലെ 6 മണിയാകുമ്പോഴത്തേന് 8 മണിക്കൂർ ഓക്കെ തികയുള്ളൂ. അപ്പം ഈ മണിക്കൂറുകളുടെ കണക്കിലേക്ക് ഒരിക്കലും നിങ്ങൾ വരരുത്. ഇത്ര മണിക്കൂർ പഠിക്കണമെന്നോ, ഇത്ര മണിക്കൂർ, ഞാൻ എപ്പോഴും പറയും, അങ്ങ് തുടങ്ങുന്നത് വരെ പോകുന്നത് വരെ അങ്ങ് പോവുക. പിന്നെ അവിടെ നമുക്കുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, തുടർച്ചയായിട്ട് എത്ര മണിക്കൂറെ പഠിക്കാൻ പറ്റുള്ളൂ, അല്ലേ? തുടർച്ചയായിട്ട് എത്ര മണിക്കൂറെ കൺസിസ്റ്റൻസി നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടുള്ളൂ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ട്, തുടർച്ചയായിട്ട് ഒരാൾക്ക് എത്ര സമയമാണ് കോൺസെൻട്രേഷൻ കിട്ടുക നിങ്ങളുടെ അഭിപ്രായത്തിൽ? നിങ്ങളുടെ അഭിപ്രായത്തിൽ എത്രയാണ്? 20 മിനിറ്റ്, 40 മിനിറ്റ്, 45 മിനിറ്റ്, 1 മണിക്കൂർ. നിങ്ങളെ എക്സ്പീരിയൻസിലോ, നിങ്ങളെ സ്വന്തം എക്സ്പീരിയൻസിലോ ഈ കോൺസെൻട്രേഷൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 40 മിനിറ്റ് ആയിരുന്നു. ഞാനൊക്കെ സ്കൂൾ പഠിച്ചപ്പോൾ 40 മിനിറ്റ് ആയിരുന്നു. അതുകൊണ്ടായിരുന്നു സ്കൂളിൻ്റെ പീരീഡുകളൊക്കെ 40 മിനിറ്റ് ആക്കിയത്. പിന്നെ അത് കോളേജിലെത്തിയപ്പോൾ അത് 1 മണിക്കൂറാക്കി.
കാരണം മനുഷ്യൻ്റെ കോൺസെൻട്രേഷൻ വലിയ കുട്ടിയൊക്കെ 1 മണിക്കൂർ കിട്ടുമായിരിക്കും. ചില പ്രത്യേക ടീച്ചർമാരുടെ ക്ലാസ്സിൽ അത് 2 മണിക്കൂറാണ്.